ഇത് കണ്ടില്ലേ, ഒറിജിനൽ കുറ്റ്യാടി തേങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ തേങ്ങ കണ്ടില്ലേ, നല്ല ഒറിജിനൽ കുറ്റ്യാടി തേങ്ങയാണ് ഞങ്ങൾ മുള വരുന്നതോട് കൂടി ഇപ്പം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മാറ്റി അതൊരു മാസം കഴിയുമ്പോഴേക്കും തന്നെ വേര് നിറഞ്ഞിരിക്കുകയല്ലോ. വേര് നിറഞ്ഞപ്പോൾ അതിൻ്റെ വളർച്ച കൂടും. എന്താണെങ്കിലും ജൂൺ മാസത്തിലേക്ക് ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ജൂൺ മാസത്തിലേക്ക് നല്ല കല്ലവണ്ണമുള്ള നല്ല തെങ്ങിൻ തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുറ്റ്യാടിയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന വിത്ത് തേങ്ങ മുളപ്പിച്ചെടുത്ത തൈകളാണ്. ഇനിയും കുറേ അവിടെ ഞങ്ങൾ കവർ മാറ്റാനുണ്ട്. അതിൽ ചെറിയതൊക്കെ മുള വരുന്നതോടുകൂടി കവറിലേക്ക് മാറ്റുകയാണ്. ഇപ്രാവശ്യം തന്നെ ആളുകൾ നേരത്തെ തൈകൾ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കുറ്റ്യാടി തെങ്ങിൻ തൈ കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ അന്വേഷണത്തിലാണ്. ഇത് കണ്ടില്ലേ, ഇത് ഏറ്റവും നല്ല തൈയാണ്. അതായത് മുള വരുമ്പം തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ഒരു വണ്ണം. ഇത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും നല്ല വണ്ണമുള്ള ടോപ്പ് തൈയായിട്ട് മാറും. അത് ആ ഒരു ഗുണം ഇതിനുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. നല്ല തൈകൾ ഇതാ. ഇത് മുളച്ച് വന്നിട്ട് കവറിലേക്ക് മാറ്റുന്നുള്ളൂ. ഇത് ഇനി ഒരു ജൂൺ മാസം ആകുമ്പോഴേക്കും നല്ല കല്ലവണ്ണമുള്ള നല്ല തൈകളായിട്ട് മാറും. അത്തരം തൈകളെ ആണ് നമ്മളിവിടെ കൊടുക്കാൻ സെറ്റ് ചെയ്ത് വരുന്നത്. ഒറിജിനൽ കുറ്റ്യാടി തേങ്ങ, വിത്ത് തേങ്ങക്ക് പറ്റിയ തേങ്ങ എടുത്ത് ഞങ്ങൾ അവിടെ പോയി തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് മുളപ്പിച്ചെടുത്ത തൈയാണ് കേട്ടോ. ഇതൊക്കെ മുള വരുമ്പം തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. ഇതൊക്കെ മുള വരുമ്പം തന്നെ നല്ല ഭംഗിയിലാണ് വരുന്നത്. ഇതിന് ശരിക്കും 6 മാസം ആകുമ്പോഴേക്കും നല്ല കടവണ്ണം വരുന്ന, ശരിക്കും ഒരു തെങ്ങിൻ തൈക്ക് നല്ല കടവണ്ണം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾക്ക് തെങ്ങിൻ തൈ എടുക്കുക. ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയും. നല്ല രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുവരാൻ വരും. അത്തരമൊരു തൈയിനെ നമ്മൾ ഒരു നല്ല രീതിയിൽ നട്ടുണ്ടാക്കിയാൽ അതിൻ്റെ മുകളിൽ നിന്ന് കുറ്റ്യാടിൻ്റെ തേങ്ങ ധാരാളം കിട്ടുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാനും കഴിയും. പൊതുവേ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടിക്കുള്ളൊരു പ്രത്യേകത ഉണ്ടല്ലോ. കുറ്റ്യാടി നമ്മളെ കർഷകർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധശേഷി കൂടുതലുള്ള തെങ്ങ്. അതിനേക്കാൾ ഉപരി അത് ഉണ്ടക്കൊപ്പറക്കും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കുറ്റ്യാടി തെങ്ങുകളെ മാത്രം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. കുറ്റ്യാടി ഉണ്ടെങ്കിൽ മതി ആളുകൾക്ക്. കുറ്റ്യാടി തെങ്ങാണ് വേണ്ടത്. കേരളത്തിൻ്റെ തെങ്ങിൽ കുറ്റ്യാടി തെങ്ങിനുള്ള ഏറ്റവും വലിയൊരു പരിഗണന കൂടിയുണ്ട്. അത് മാത്രമല്ല, കൃഷി വകുപ്പ് വിത്ത് തേങ്ങ ഏറ്റവും കൂടുതൽ ശേഖരിക്കുന്നതും കുറ്റ്യാടിയിൽ നിന്നാണ്. അപ്പോൾ പൊതുവേ കുറ്റ്യാടി തെങ്ങിൻ തൈയാണ് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നിരന്തരം വിളി വരിക, കുറ്റ്യാടി തൈ കൂടുതൽ തരാൻ പറ്റുമോ? അതിനാ കൂടുതൽ കൊടുക്കാനുള്ള ഇത് ഞങ്ങളെടുത്തില്ല. ഞങ്ങളെടുത്ത് ഇപ്പോൾ ആകെ ഉള്ളത് 6000-ഓളം വരുന്ന തൈകളാണ് ഉള്ളത്. അതിങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നത് ഇവിടുന്ന് തന്നെ കൊടുത്ത് ഒഴിവാക്കാനൊക്കെ ഉള്ളൂ. കാരണം ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കാതെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ കൂടിയുണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ ഈ വേനലിൽ തന്നെ വേനൽ നടിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഇത് കൊണ്ടുപോയി നടാൻ കഴിയും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല കുഴിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്താൽ നട്ടാൽ വളക്കെട്ട് പോവുകയാണെങ്കിൽ 4ാമത്തെ വർഷത്തേക്ക് കായുള്ള തെങ്ങുകളെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നന്നായിട്ട് തേങ്ങ ഉണ്ടാവും. വലിയൊരു ചെള്ളിൻ്റെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു ഇനം തെങ്ങ് കൂടിയാണിത്. മറ്റേത് ഇപ്പം ചെറിയ കുറിയനും തെങ്ങ് വെക്കുമ്പോൾ എന്താണ് ചെള്ളി ശല്യം കൂടുതലാണ് എന്നാണ് അതിന് കർഷകർ പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറ്റ്യാടി മതി എന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളും ഞങ്ങളെ സമീപിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറ്റ്യാടിനെ നമുക്ക് പരിഗണിക്കാൻ കഴിയും. കുറ്റ്യാടിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതി പഴയ കാലത്തെ നമ്മളെ നാടൻ തെങ്ങുകൾക്കുള്ള ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണന കൊടുത്തു പോകുന്നത്. അത് മാത്രമല്ല, ഒരു മനുഷ്യായുസിലേക്കുള്ള തെങ്ങാണ് ഈ തെങ്ങ് കുറ്റ്യാടി. അപ്പോൾ അതുകൊണ്ട് അത് 80-100 വർഷമൊക്കെ ഉള്ള തെങ്ങുകളുണ്ട് ഇവിടെ തന്നെ. ഈ ഭാഗങ്ങൾ നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ പരിശോധിച്ചാൽ കാണാം. നല്ല തോട്ടമാണിത്. ഈ തോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ തോട്ടത്തിലെ തെങ്ങുകളിലൊക്കെ നന്നായിട്ട് തേങ്ങയുണ്ട്. അതിനൊരു കാരണം, ഇതിൽ വേനൽക്കാലത്ത് വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ ഈ കവറിലൊക്കെ ഇടുന്ന വളം മണ്ണിലേക്ക് ഇറങ്ങി ആ വളം കൂടി വലിച്ചെടുത്തുകൊണ്ട് ഈ തെങ്ങിൻ്റെയൊക്കെ മുകളിൽ കണ്ടില്ലേ, ഓരോ തെങ്ങും പരിശോധിച്ചാൽ നമുക്കറിയാം നിറയെ തേങ്ങകളുള്ള തെങ്ങുകളാട്ടെ ഇതിലുള്ളത്. ചെറിയ രീതിയിലല്ല. ഈ തെങ്ങൊക്കെ ഇതിനൊന്നും വലിയ പ്രായമായിട്ടില്ല. ഇത് ഞങ്ങൾ വരുമ്പോൾ ചെറിയ തയ്യാണ്. 10 വർഷം മുന്നെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. 11ാമത്തെ വർഷമാണ്. ആ സമയത്തൊരു ചെറിയ തൈയാണ്. ഇന്നിപ്പം കണ്ടില്ല, അതിൻ്റെ മുകളിൽ നാളികേരം കണ്ടില്ല, നിറയെ നാളികേരം. അത് അടിയനെ കായായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തെങ്ങുകളെ കായ്പ്പിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ കഴിയും. ഇതുപോലൊക്കെ ഒരു തെങ്ങിനോട് തേങ്ങ ഉണ്ടായാൽ പോരെ. ഒരു കുറ്റ്യാടി തെങ്ങ് വെച്ചാൽ ഇതുപോലെ നിറഞ്ഞ് തേങ്ങ ഉണ്ടായാൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാലും മേതിയാണത്. ഇത് ഞങ്ങളിപ്പോൾ അവിടെ വിത്ത് തേങ്ങ പാകി കൊടുത്തത് ഞങ്ങൾ തൈ എടുത്തുകൊണ്ടിരിക്കുക. അതാ കണ്ടില്ല, അതൊക്കെ തൈ എടുത്തതാണ്. അപ്പോൾ ആ തൈ അതിൽ നിന്ന് ഇത് ഇപ്പോൾ ഇത് വേര് വരുന്നുള്ളൂ. ഈ വരുന്ന വേരോട് കൂടി തന്നെയാണ് ഞങ്ങളിത് കവറിലേക്ക് മാറ്റുന്നത്. ഞങ്ങൾ മുമ്പ് കാലങ്ങളിലൊക്കെ മാറ്റി വെച്ചാൽ ഇത് ഒരു മെയ് 15-ാം തീയതി മുതൽക്ക് അല്ലെങ്കിൽ ജൂൺ 1 ആയിട്ടാണ് തെങ്ങ് തൈ കയറി പോകാറുള്ളത്. ഞങ്ങൾ 20,000-30,000 തൈയൊക്കെ പാകി വിൽപ്പന നടത്താറുണ്ട്. ഇപ്പം എന്താ സ്ഥിതി പറഞ്ഞാൽ ഈ വർഷം ഇത് മുളയായി വരുമ്പോൾ തന്നെ ആളുകൾ കൊണ്ടുപോകുക. കാരണം ആളുകൾ തെങ്ങിൻ തൈ തിരഞ്ഞ് നടക്കുകയാണ്. കർഷകർ തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി തെങ്ങിൻ തൈ തിരഞ്ഞ് നടക്കുന്നതുകൊണ്ട് മുളച്ച് വരുന്നത് തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു തൈ കേട്ടോ. കണ്ടു. പൊതുവേ കർഷകർ നോക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു
നാരുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പഴയ കർഷകർ തെങ്ങ് തൈ എടുക്കാൻ വരുന്നത്. അതാണ് വേറൊരു പ്രത്യേകത കൂടി നമ്മൾ കാണുന്നത്. ഇതുണ്ടെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഒരു നാര് കണ്ടാൽ അന്നേരം പറയാം അതോ നല്ല വിത്ത് തേങ്ങയിൽ നിന്ന് മുളച്ചതിൻ്റെ തൈയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതുപോലെ തന്നെ ഇത് ചാവക്കാട് ഓറഞ്ചാണ്. ഇത് നല്ല തൈ കേട്ടോ. ഇത് ചുവന്ന തെങ്ങായിരിക്കും അല്ലേ. ഇതൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിലാണ് അവിടെ പാകിയിട്ടുള്ളത്. അങ്ങനെ പാകി മുളപ്പിച്ച് ഇത് കവറിലേക്ക് മാറ്റാനുള്ളതാണ്. പിന്നെ ഇതിന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഒരു തെങ്ങ് നമ്മൾ വെച്ചാൽ ഒരു തൈ ഉണ്ടാക്കിയെടുത്താൽ പഴയ കാലത്ത് നമ്മൾ TN2D ഇതിന് കുറിയനം തെങ്ങിൻ്റെ പൂമ്പൊടി കൊണ്ട് പരാഗണം നടത്തി TN2D ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്, ടാളൻ ഡാർഫ്. ഇപ്പം നേരെ മറിച്ച് ഇപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട്. ഇപ്പം കുറിയനം തെങ്ങിൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ പോളിനേഷൻ നടക്കുന്നത്. കുറിയനം തെങ്ങിൻ്റെ മുകളിൽ ഉയരം കൂടി WCT തെങ്ങിൻ്റെ പൂമ്പൊടി ശേഖരിച്ച് പരാഗണം നടത്തിയിട്ടാണ് കൂടുതൽ തൈകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുകളിൽ നന്നായിട്ട് തേങ്ങ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം ഇതൊക്കെ തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ തന്നെ കഴിയും. അതുകൊണ്ട് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ഉയരം കുറഞ്ഞ തെങ്ങ് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലത് ഇത്തരം തെങ്ങുകളാണ്. TN2D ഒക്കെ തന്നെയാണ് നന്നാവുക. ഇത് കുറ്റിയാടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഉയരം വരുമെങ്കിലും നല്ലോണം തേങ്ങ ഉണ്ടാവും. പൊതുവേ പ്രതിരോധശേഷി കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് കർഷകർക്ക് ഏറ്റവും താല്പര്യം ഇപ്പോഴും ഈ തെങ്ങിനോടാണ് കാണിക്കുന്നത്. ഇത്തരം തെങ്ങുകൾ കൃഷി ചെയ്യാനാണ്, തോട്ടമായിട്ട് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾക്കൊരു 500 തൈ ഇപ്പോൾ ഒരാൾ ചോദിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞങ്ങൾ മുളച്ചായിട്ടില്ല. അത് ഒരു തോട്ടം ചെയ്യാനാണ്. തോട്ടം ചെയ്തു കൊടുക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ചെയ്തു കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 500 തൈയാണ് ആ കർഷകൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാവിധ തൈകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുറ്റിയാടി മാത്രമല്ല, രാമഗംഗയുണ്ട്, പിന്നെ ഫിലിപ്പൈൻസിൻ്റെ തെങ്ങുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ശ്രീലങ്കൻ്റെ 3 കിലോ കൂടുതൽ തേങ്ങകൾ. അതിൻ്റെ തേങ്ങ ഞങ്ങളിവിടെ എടുത്ത് പൊളിച്ച് നോക്കിയിട്ട് തന്നെ 2 കിലോ തൂക്കം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫിലിപ്പൈൻസിൻ്റെ തെങ്ങാണ്. ഈ തെങ്ങിനെ സംബന്ധിച്ചിപ്പം നമ്മളൊരു യൂട്യൂബ് വന്ന സമയത്ത് വിദേശത്തുള്ള പല മലയാളികളും നമ്മളെ വിളിച്ച് പറയുന്നത്, ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളവിടെ ഉപയോഗിക്കുന്ന തേങ്ങയാണ്. ആ തേങ്ങ നമ്മളെ നാടൻ കേരളത്തിൻ്റെ തേങ്ങനോട് സാമ്യമായ തേങ്ങ തന്നെയാണ്. നന്നായിട്ട് ഓയിൽ കണ്ടതിന് അതുപോലെ നല്ല തേങ്ങയാണ് എന്ന് പല ആളുകളും പറയുന്നുണ്ട് കേട്ടത്. അപ്പോൾ അതൊരു ശരിയായിരിക്കാൻ മതി എന്നാണ് തോന്നുന്നത്. രാമഗംഗൻ്റെ നല്ല തെങ്ങ് തൈ കേട്ടോ. രാമഗംഗയാണത്. രാമഗംഗ ആർക്കെങ്കിലും വേണമെങ്കിൽ രാമഗംഗ ഉണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കൻ്റെ തെങ്ങുണ്ട്. പിന്നെ COD, MOD, MYD തുടങ്ങിയിട്ടുള്ള എല്ലായിനം തൈകളുണ്ട്. ഇത് നല്ല ചാവക്കാടൻ ഡാർക്ക് ഓറഞ്ച് ഇനത്തിലുള്ള തേങ്ങ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ വിത്ത് തേങ്ങ എടുത്ത് ഞങ്ങൾ തന്നെ ചെയ്തതാണ്. നല്ല തൈകളാണ് അതൊക്കെ, കണ്ടില്ലേ. ഇതൊക്കെ എന്താണെങ്കിലും ധൈര്യമായിട്ട് കൊണ്ടുപോയി വെക്കാം. ഇത്തരം തെങ്ങുകൾ വെച്ചുണ്ടാക്കിയാൽ ആർക്കെങ്കിലും പോളിനേഷൻ ഭാവിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോളിനേഷൻ ചെയ്ത് പുതിയ TN2D ഉൽപ്പാദിപ്പിക്കാനും കൂടി കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഇതൊക്കെ തന്നെ കൊണ്ടുപോയി കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അത്തരം സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനും അതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സമീപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തെങ്ങ് തൈക്ക് വേണ്ടി വിളി വരുന്നത്. ഏത് തൈ വേണമെങ്കിലും നമുക്ക് കൊടുക്കട്ടെ.